وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, ഉസ്താദുമാരെ, സാദാത്തുക്കളെ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ദീനിനും നാടിനും നാട്ടുകാർക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അൽ അൻസാർ എന്ന സ്ഥാപനത്തിന്റെ 30ാം വാർഷികം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു പ്രത്യേക സമയമായി അല്ലെങ്കിൽ സാഹചര്യമായി മുഹൂർത്തമായി നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അല്ലാഹു തആല അത്തരം പദ്ധതികളൊക്കെ സമ്പൂർണമായ രീതിയിൽ വിജയകരമായി പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിക്കാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ നമ്മെ നയിച്ചുകൊണ്ടും നമ്മെ സഹായിച്ചുകൊണ്ടും മുമ്പേ നടന്നുപോയ അനേകം പേരെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. മർഹൂം ബാപ്പു ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അടക്കം. അങ്ങനെ ഇത്തരം നല്ല കാര്യങ്ങളിൽ നമ്മെ സഹായിച്ചു മുന്നേറി ഈ ലോകത്തോട് വിട പറഞ്ഞ എല്ലാവരുടെയും പരലോകം അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. ഇന്നും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന, സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൂടുതൽ ഖിദ്മത്തിനായുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, 30ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് 30 കൊല്ലം മുമ്പ് നമുക്ക് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമായിരുന്നോ എന്നാണ്. ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി. അതുപോലെ അനേകം സ്ഥാപനങ്ങൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചു. അവ 35ാം വാർഷികമോ 30ാം വാർഷികമോ ഒക്കെ ആഘോഷിച്ചു. ഇനി അതുപോലെ തന്നെ 30ാം വാർഷികം ആഘോഷിക്കാൻ അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിന് ശേഷമോ അവസരം കാത്തിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കിവിടെ വല്ല നഷ്ടവും അനുഭവിക്കേണ്ടി വരുമായിരുന്നുവോ എന്ന ആലോചന തീർച്ചയായിട്ടും സന്ദർഭോചിതമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഈ ദീനുൽ ഇസ്ലാമിന് ജീവൻ ഉണ്ടാകുന്നത് അഥവാ ദീനിന്റെ ഓക്സിജനായി പ്രവർത്തിക്കുന്നത് ഇൽമാണ് എന്നത് നമ്മുടെ ആരുടെയും കണ്ടുപിടുത്തമല്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവിചാരിതമായി പ്രയോഗിച്ച ഒരു പദം നമ്മൾ കടമെടുത്തുകൊണ്ട് പറയുന്നതുമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ ഇൽമിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി ലോകാവസാനം വരെ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം നാമധാരികൾ ഉണ്ടായതുകൊണ്ടോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തിൻ്റെയും കൂടെ അത് സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇൻഷുറൻസിന് വേണ്ടിയാണെങ്കിലും മറ്റുള്ള ഇസ്ലാം ഹറാമാക്കിയ സംഗതികൾക്ക് മുന്നിലാണെങ്കിൽ പോലും ഒരു ഇസ്ലാമിക് എന്ന പദം കൂട്ടിച്ചേർത്തത് കൊണ്ട് ഇസ്ലാമിന് ജീവൻ ഉണ്ടാകും എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. മറിച്ച് ആ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏത് കാലഘട്ടത്തിൽ ഏത് തരം ചിന്താഗതിക്കാര് വന്നാലും ശാസ്ത്രീയമായും സാങ്കേതികമായും ലോകം എത്ര തന്നെ മുന്നേറിയാലും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന മോഡേൺ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന ഏത് തലമുറ എന്തൊക്കെ ഫാഷനുകളുടെയും എന്തൊക്കെ ആശയങ്ങളുടെയും ആൾക്കാരാണെങ്കിൽ പോലും അവരെയൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അജയ്യതയും അതിന്റെ സമ്പൂർണതയും ആ ദീനുൽ ഇസ്ലാമിന്റെ പെർഫെക്ഷനിസവും ഇതൊക്കെ സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സമൂഹവും ആ സമൂഹത്തിന്റെ പ്രവർത്തനവും ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ദീന് സജീവമാണ്, ജീവൻ ഉള്ളതാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റഹിമഹുല്ലാ തന്റെ ഇർശാദിൽ പറഞ്ഞതുപോലെ തസമ്മ ഫുലാനദ്ദീനി മൻ ഹുവ അക്സുമാ തസമ്മ ബിഹി ഹാബി സിഫാത്തിദ്ദനിയതി ഫനൂറുൻ ളലാമുൻ വൽ കമാലു നഖീസതു വമുഹിയിൻ മുമീതുൻ സുമ്മ അക്സുൽ ബഖിയതി. നല്ല നല്ല പേരുകളുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ ഉണ്ടായിരിക്കാം. ദീനിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പേരിന് ഉടമകളാണവർ. അവരുടെ പേരുകൾ നമ്മുടെ ഭാഷയിലേക്ക് തർജമ ചെയ്യപ്പെടുമ്പോൾ ഒരാള് ഈ ദീനിന്റെ പ്രകാശമാണ് എങ്കിൽ മറ്റൊരാളുടെ പേര് ദീനിന്റെ സമ്പൂർണത എന്നാണ്. മൂന്നാമതൊരാളോ അദ്ദേഹം ഈ ദീനിനെ സജീവമാക്കി നിലനിർത്തുന്ന ആള്, ദീനിന് ലൈഫ് കൊടുക്കുന്ന ആള് എന്നാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നൂറുദ്ദീൻ യോജിച്ച പേര് നൂറുദ്ദീൻ അല്ല ലലാമുദ്ദീൻ എന്നാണ്. കമാലുദ്ദീൻ യോജിച്ച പേര് നഖീസത്തുദ്ദീൻ എന്നാണ്. മുഹീദ്ദീൻ യോജിച്ച പേര് മുമീത്തുദ്ദീൻ എന്നാണ്. കാരണം വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് വലിയ ആലിമീങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തനി ജഹാലത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ ഹറാമ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ നേതൃത്വം നൽകുന്നവരാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും ഇവരുടെ പേരുകൾ തന്നെ അവർക്കൊരിക്കലും യോജിച്ചതല്ല എന്നും ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റഹിമഹുല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, അത്തരം പേരുകളോ പെരുമയോ അല്ല ദീനുൽ ഇസ്ലാമിന് ജീവൻ നൽകുന്നത്, ശരിയായ വിജ്ഞാനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദ്യമുണ്ടായിരുന്ന നിർദ്ദേശം വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്നാണ്. ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ
ഇതൊരു ഇന്റർനാഷണൽ മിഷനായി നാളെ തന്നെ ലോകത്തൊന്നായിട്ട് പ്രചരിപ്പിക്കാനുള്ള സംവിധാനത്തോടെയും സൗകര്യത്തോടെയും അല്ല നമ്മുടെ ദൃഷ്ടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറിച്ച് അല്ലാഹു തആല ആദ്യം കൊടുക്കുന്ന നിർദ്ദേശം വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്നാണ്. നിയറസ്റ്റ് റിലേറ്റീവ്സ്, വളരെ അടുത്ത കുടുംബക്കാരെ ആദ്യം ഈ സന്ദേശങ്ങൾ ധരിപ്പിക്കണം എന്നായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ആ ആജ്ഞ അനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ, അതുപോലെ തന്നെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പിതൃവ്യപുത്രനായ ബാലനായ കുഞ്ഞായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഈ നിയറസ്റ്റ് റിലേറ്റീവ്സിനെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്. പുരുഷന്മാരിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ എഴുതപ്പെടുകയാണ്. ഒരു ഇന്റർനാഷണൽ മതത്തിന് ആരംഭത്തിൽ കിട്ടിയത് ആ പ്രസ്ഥാനത്തിന്റെ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട വലിയ വ്യക്തിത്വത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ മകളും വളരെ അടുത്ത കുടുംബക്കാരനും പുറത്തു നിന്ന് ഒരൊറ്റ ഉറ്റ സുഹൃത്തും മാത്രമാണ്. ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നോ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം ആ മരുഭൂമികളുടെ ചൂടും തണുപ്പും അവഗണിച്ചുകൊണ്ട് അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഭൂഖണ്ഡങ്ങൾ വിട്ടുകടക്കും എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? കാരണം യാത്ര ചെയ്യാനുള്ള ഏക സംവിധാനം അന്ന് ഒട്ടകങ്ങൾ മാത്രമായിരുന്നു. കണ്ണെത്താ ദൂരത്തെ മരുഭൂമികളായിരുന്നു പരിസരത്ത് മുഴുവനും. ഇന്നും ചരിത്രകാരന്മാർ ആ മരുഭൂമിയെ വിശേഷിപ്പിക്കുന്നത് അർ-റുബുഉൽ ഖാലി അഥവാ എംപ്റ്റി ക്വാർട്ടർ എന്നാണ്. അവിടെ പച്ചയായി മുളക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ലഭിക്കുന്ന മഴ കാരണമായി എവിടെയെങ്കിലും ഉണ്ടാകുന്ന പച്ചത്തുരുത്തുകളെ അവർ വിളിച്ചിരുന്നത് ഒയാസിസ് എന്നായിരുന്നു. നാടോടികളായിരുന്ന അറബികളുടെ ജീവിതം തന്നെ അത്തരം മരുപ്പച്ചകൾ എത്ര സമയം കിട്ടുമോ അത്ര അവിടെ താമസിക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത മരുപ്പച്ച തേടി അവിടെ നിന്ന് പോവുക എന്നായിരുന്നു. ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് ആധുനിക ജോഗ്രഫിയിൽ പറയാൻ പോലും അർഹതയില്ലാത്ത ഒരു ലോകത്തായിരുന്നു ഈ സന്ദേശം വിടർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളെ ഒരു മനുഷ്യന്റെ രണ്ട് കൈകളിലെ മുഴുവൻ വിരലുകളും ഉപയോഗിച്ച് എണ്ണേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇത്രയും വളരെ ശുഷ്കിച്ച ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് നയിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഭൂഖണ്ഡങ്ങൾ കടന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു വിശ്വാസ കർമ്മ സംഹിതയായി ലോകം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കാരണം ഈ പ്രസ്ഥാനത്തിന്റെ ജീവൻ ഇൽമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അനുദിനം അനുയായികൾ ഏറി വരാൻ തുടങ്ങി. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി, യുദ്ധങ്ങളിൽ കലാശിച്ചു, പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു, രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടു. അതൊക്കെ ശരിയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അതിശീഘ്രം ബഹുദൂരം ഈ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച ചരിത്രകാരന്മാർ പിന്നീട് ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അറേബ്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ആ സന്ദേശം വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു എന്നതാണ് വസ്തുത. അറബികൾ സ്വീകരിച്ചതിനേക്കാൾ വളരെ ആത്മാർത്ഥതയോടെ അനറബികൾ അത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് 20 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്ന് ഉണ്ട് എന്നത് തീർത്തു പറയാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. എങ്കിൽ
ഇവിടെ ബദറിന്റെയോ ഉഹദിന്റെയോ ഖന്തഖിന്റെയോ ഹുനൈനിന്റെയോ അല്ലെങ്കിൽ ഖൈബറിന്റെയോ ഒരു ചെറിയ തീപ്പൊരി പോലും വന്നു ചേരാത്ത ഒരു രാജ്യമാണ്. എന്തുകൊണ്ട് ഈ ലോകത്തുള്ള സകല സ്ഥലങ്ങളിലും ഇത് പ്രചരിച്ചത്? മറ്റൊന്നുമായിരുന്നില്ല, മുസ്ലിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വെച്ചത് ജനങ്ങളെ മുഴുവൻ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സൗഹൃദത്തിലേക്ക് ക്ഷണിക്കുന്ന, അതുപോലെ സൗഹാർദ്ദത്തിലേക്ക് അവരെ നയിക്കുന്ന സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ്. നമുക്കറിയാം, മംഗോളിയക്കാരുടെ അക്രമത്തിൽ ബാഗ്ദാദ് തകർന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് മുസ്ലിങ്ങളല്ലാത്ത കവികൾ പോലും വളരെയധികം പൊട്ടിക്കരഞ്ഞുപോയി. പലരും കണ്ണുനീർ കൊണ്ടാണ് അന്ന് കവിത തീർത്തത്. ഇത്തരം ഒരു കവി എഴുതി തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ലിസാഇലി ദമ്മിയൻ ബഗ്ദാദ അഖ്ബാറു ഫമാ വുഖൂഫുക വൽ അഹ്ബാബു കസ്സാറു താജുൽ ഖിലാഫത്തി വറബ്ഉല്ലദി ശറഫത്ത് ബിഹിൽ മകാരിമു ഖദ് അഫാഹു ഇഖ്ഫാറു. പറഞ്ഞു കുറെ അങ്ങോട്ട് എത്തിയ അദ്ദേഹം പറയുകയാണ്: അലസ്വലീബു അലാ അലാ മനാബിരിഹാ വഖാമ ബിൽ അംരി മൻ യഹ്വീഹി സുന്നാറു. മുസ്ലിങ്ങൾ നിർമ്മിച്ച വലിയ വലിയ ജുമുഅത്ത് പള്ളികൾ, ആ ജുമുഅത്ത് പള്ളികളിൽ നടന്ന ദർസുകൾ, ആ ദർസുകളിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങൾ, ആ പള്ളികളിലുള്ള വലിയ ലൈബ്രറികൾ, ഇതെല്ലാം മംഗോളിയക്കാർ തകർത്തെറിഞ്ഞപ്പോൾ മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ മിമ്പറുകളിലും മെഹ്റാബുകളിലും പ്രിയപ്പെട്ടവരെ കുരിശുധാരികൾ, പൂണൂൽ ധരിച്ചവർ, ഇത്തരം ആളുകൾ കയറിപ്പറ്റിയപ്പോൾ അലസ്വലീബു അലാ അലാ മനാബിരിഹാ വഖാമ ബിൽ അംരി മൻ യഹ്വീഹി സുന്നാറു. അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ മനുഷ്യത്വത്തിന് ഏറ്റ ഈ വലിയ കനത്ത ആഘാതത്തെ അങ്ങേയറ്റത്തെ വിലാപത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, യൂറോപ്പിലേക്ക് എത്തിയ മുസ്ലിങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. ഹക്കം രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഒറ്റ ലൈബ്രറിയിൽ മാത്രം 4 ലക്ഷത്തിലധികം വാള്യങ്ങളുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നും, ഹക്കം രണ്ടാമന്റെ കാലഘട്ടത്തിൽ ലൈബ്രറിയുടെ കെട്ടിടം പുതുക്കിപ്പണിതപ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്ന് ഗ്രന്ഥങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ മാത്രം 2 മാസം എടുക്കേണ്ടി വന്നു എന്നും ചരിത്രകാരന്മാർ അത്ഭുതപ്പെടുകയുണ്ടായി. ആ പറയപ്പെട്ട സ്പെയിനിന്റെ തകർച്ചയെപ്പറ്റി അമുസ്ലിമീങ്ങളായ ചരിത്രകാരന്മാര് പോലും നേരത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നതായിരുന്നു ബാഗ്ദാദിന്റെ വീഴ്ച വിലയിരുത്തിയ കവികളുടെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നതെങ്കിൽ, ഇവിടെ കണ്ണുനീരിനു പകരം പ്രിയപ്പെട്ടവരെ രക്താശ്രു പൊഴിയുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ലികുല്ലി ശൈഇൻ ഇദാ മാ തമ്മ നുഖ്സാനു ഫലാ യഗുറു ബിതീബിൽ ഐശി ഇൻസാനു ഹിയൽ ഉമൂറു കമാ ഷാഹത്തഹാ ദുവലു മൻ സറഹു സമനുൻ സാഅതുഹു അസ്മാനു ഐനൽ മുലൂകു ദവു തീജാനി മിൻ യമനി വഐന മിന്നും മകാലീലുൻ വതീജാനു എന്ന് പറഞ്ഞുകൊണ്ട് കവികൾ വിശ്വാസികളെ സമാധാനിപ്പിക്കുന്ന ഒരു രംഗം ഇത് ലോകത്തിന്റെ ചരിത്രമാണ്. രാഷ്ട്രീയക്കാർ വാഴുകയും പണ്ഡിതന്മാർ വീഴുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്, ഒരു ലോക ചരിത്രമാണ്. അക്രമികൾ അടക്കി വാഴുന്നതും അതുപോലെ തന്നെ സമാധാന സ്നേഹികൾ നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ലോകം എന്ന് വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഭാവിയുണ്ട് എന്നോർത്ത് ഇത്തരം ആഘാതങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകണം എന്ന് ലോകത്തോട് ഉപദേശിച്ച കവികളുടെ വരികളിൽ നിന്ന് എണ്ണപ്പെട്ട 1 or 2 വരികൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതേ രീതിയിലേക്ക് വന്നാൽ ഒരു 30 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 35 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പ് തന്നെ എന്ന് പറയാം, സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സമ്പത്ത് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അവിടെ പോലും അത് പറയാൻ പാടില്ല എന്നുള്ള തിട്ടൂരങ്ങൾ നടപ്പാക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ
മർഹൂം താജുൽ ഉലമ നൂറുൽ ഉലമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. വഫാത്തായി പോയവരുടെ ഒക്കെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാന്മാരുടെ ദീർഘദൃഷ്ടിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ദീന് നിലനിൽക്കണമെങ്കിൽ ജാഹിലീങ്ങളുടെ ഭരണം ആകരുത്. ഇവിടെ ജാഹിലീങ്ങളുടെ ഭരണം അല്ലാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ആലിമീങ്ങൾ ഉണ്ടാകണം. ഇവിടെ ഇതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും, എത്ര തൊഴികൾ ഏൽക്കേണ്ടി വന്നാലും, ശകാരങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഇൽമു പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നേറണം. ഈ ഒരു പ്രതിജ്ഞയിലാണ് അൽഹംദുലില്ലാഹ് 30 കൊല്ലം മുമ്പ് അൻസാർ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം, ഞാൻ ഇന്ന് വൈകുന്നേരം മറ്റൊരു സ്ഥാപനത്തിന്റെ 30ാം വാർഷിക സമ്മേളനം കഴിഞ്ഞതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഉള്ള മീറ്റിംഗിൽ അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ്. ആ സ്ഥാപനം കുഴിമണ്ണ ഇസ്സത്തുൽ ഇസ്ലാം, ഞാൻ തന്നെയാണ് തൽക്കാലം പേരിന് അതിന്റെ പ്രസിഡന്റ്. അൽഹംദുലില്ലാഹ് അതുപോലെ 30ാം വാർഷികം ആഘോഷിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹക്ക് പറയാൻ പണ്ഡിതന്മാർക്ക് അവകാശമില്ല എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ശക്തമായി വാദങ്ങൾ നടക്കുമ്പോൾ, ആ വാദത്തിന് പ്രിയപ്പെട്ടവരെ പിന്തുണ ഏറി വരുമ്പോൾ, ആ വാദക്കാരെ സഹായിക്കാൻ എല്ലാ തരക്കാരും തയ്യാറാകുമ്പോൾ, എതിർവാദത്തെ നിശബ്ദമാക്കാനും ആ എതിർവാദത്തിനെ ഉന്നയിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യമല്ലേ ആ കാലഘട്ടത്തിലുള്ളത്. നമ്മളാരും അത്തരം എതിർപ്പുകളെ കയ്യൂക്കുകൊണ്ട് നേരിടാനോ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനോ തയ്യാറാകുന്നതിന് പകരം അവരൊക്കെ തിരുത്തും. ഒരു പേടിയും വേണ്ട. നമ്മൾ സുന്നത്തിയമായത്തിന്റെ ആശയങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും അതിനു വേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ മതി എന്ന് നമ്മുടെ മഹാന്മാരായ ഉലമാക്കളും സാദാത്തുക്കളും നമ്മളെ പഠിപ്പിച്ചതിനാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലത്തെ പരിപാടികൾ നടത്തുമ്പോൾ അന്നത്തെ എതിർപ്പുകാരിൽ പലരും നമുക്ക് അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങി. മറിച്ച് അന്ന് ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ നമ്മൾ അടിക്ക് തിരിച്ചടി എന്നൊരു ലൈനായിരുന്നു സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഒരിക്കലും സുന്നത്തിയമാഴത്തിന്റെ ഈ വിജയം നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധ്യമല്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ തഴച്ചു വളർന്നത് ഇതിന്റെ പ്രത്യേക നേട്ടം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കിയാൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ 100% മുസ്ലിമീങ്ങളുള്ള സ്ഥലത്ത് വരെ പോയി നോക്കിയാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ മതപരമായി ഈ രീതിയിലുള്ള ഒരു ആവേശമോ ഈ രീതിയിലുള്ള ഒരു പ്രത്യേക ചിട്ടയോ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് നേതൃത്വം നൽകാൻ ഈ പണ്ഡിതന്മാർ ഉണ്ടായതുപോലെ, നമുക്ക് ദിശാബോധം നൽകാൻ മേൽപ്പറയപ്പെട്ട സാദാത്തുക്കൾ ഉണ്ടായതുപോലെ അവിടെയൊന്നും നേതൃത്വം നൽകാൻ ആളില്ലാത്തതിനാൽ അവരൊക്കെ പലവിധ തീവ്രവാദ സംഘടനകളിലേക്കോ അല്ലെങ്കിൽ മതവുമായി ബന്ധമില്ലാത്ത ബാത്ത് പാർട്ടി പോലെയുള്ള പാർട്ടികളിലേക്കോ പോകുന്ന അവസ്ഥ വന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നമ്മുടെ മുസ്ലിം സഹോദര സഹോദരിമാരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചവർക്ക് നാം എത്ര ഭാഗ്യവാന്മാരാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ മഹാഭാഗ്യമാണ് ഈ നേതാക്കന്മാരിലൂടെ ഉലമാക്കളിലൂടെ നൽകിയത്. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ബോധ്യപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ദീനിന്റെ നിലനിൽപ്പ്, നമ്മുടെ ദീനിന്റെ ജീവൻ വിജ്ഞാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉലമാക്കൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചതും സഹായിച്ചതും അതിന് നേതൃത്വം നൽകിയതുമൊക്കെ. ഈ അൽ അൻസാർ എന്ന സ്ഥാപനത്തിനും നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും സാധ്യമായ എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് നിങ്ങളൊക്കെ ദുആയിൽ ഞങ്ങളെ എല്ലാവരെയും ഓർമ്മിക്കണം എന്ന് വസിയ്യത്ത് ചെയ്ത് അവസാനിപ്പിക്കട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.